പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ശുദ്ധമായ നെയ്യ് ചുരുങ്ങിയ പ്രോസസ്സിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ ഡെയിലി വാങ്ങുന്ന പാലിൽ നിന്നുമാണ് ഇത്രയും ശുദ്ധമായ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഏറ്റവും സിമ്പിളായി തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് നെയ്യ്. നാം നിത്യവും കഴിക്കുന്ന വായിൽ രുചിയൂറുന്ന ഒട്ടുമിക്ക പലഹാരങ്ങളിലും നെയ്യ് ഒരു പ്രധാന ചേരുവയാണ്. ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച നെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പാൽപ്പാടയിൽ നിന്നും നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം പൊങ്ങി വന്നിട്ടുള്ള പാൽപ്പാടയാണ്. നമ്മൾ ഡെയിലി തിളപ്പിച്ചു വെക്കുന്ന പാലിൽ നിന്നും ഇതുപോലെ വരുന്ന പാൽപ്പാട ഒരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ദിവസവും വാങ്ങുന്ന പാലിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ് ഇത്. നമ്മൾ കാച്ചി വെച്ച പാൽ വീണ്ടും ഒന്നുകൂടി കാച്ചി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത്രയും പാൽപ്പാട വീണ്ടും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 2-3 തവണ നമ്മൾ കാച്ചിയെടുത്താൽ ഇതുപോലെ കുറച്ച് കുറച്ചായി പാൽപ്പാട കിട്ടും. ഇങ്ങനെയൊന്ന് കളക്ട് ചെയ്ത് വെച്ച് കുറച്ച് പാൽപ്പാട ആയതിനു ശേഷം നമുക്ക് നെയ്യാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന പാൽപ്പാടയിലേക്ക് ഐസ് ക്യൂബും തണുത്ത വെള്ളവും ഒഴിച്ച് മോരോ തൈരോ ഇവയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്ന ഒരു മെത്തേഡുണ്ട്. നമ്മളിപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല. ഒരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നും അടിക്കാതെ ഈ ചേരുവകളൊക്കെ ചേർത്ത് കലത്തിലൊക്കെ വെച്ച് കടഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗവിൽ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പാടയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുക്കുന്ന പാൽപ്പാട നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. എപ്പോഴാണോ നമ്മൾ നെയ്യാക്കാൻ ഉദ്ദേശിക്കുന്നത് തലേ ദിവസം രാത്രി നമ്മൾ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വെക്കണം. പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യരുത്. പാൽപ്പാട കേടുവരാൻ സാധ്യതയുണ്ട്. അടി കട്ടിയുള്ള ഒരു കടായിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാത്രത്തിലേക്കോ വേണം ഇത് തയ്യാറാക്കാൻ. കാരണം അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പാൽപ്പാടയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറേ ദിവസത്തെ പാൽപ്പാട കളക്ട് ചെയ്ത് വെച്ചാലും നെയ്യായിട്ട് വരുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രമായിരിക്കും കിട്ടുന്നത്. എങ്കിലും ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. ഇത് നെയ്യായി കിട്ടാൻ ഒരു 1 മണിക്കൂറോളം സമയമെടുക്കും. ക്ഷമയോടുകൂടി ഇത് ചെയ്തെടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് അധികം അടുത്ത് നിന്ന് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ദേഹത്തോട്ടൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. 1 ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം തയ്യാറാക്കി എടുക്കാമല്ലേ. മോര്, തൈര്, നെയ്യ്, ചീസ്, പനീർ അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നെയ്യൊക്കെ ഇവിടെ വേറിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യ് കേടാവാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. നെയ്യൊക്കെ ഇവിടെ വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിവിടെ ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും പാൽപ്പാടയിൽ നിന്നുമാണ് നമ്മളിങ്ങനെ നെയ്യുണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഈ കിട്ടുന്ന കൊന്ത് 1-2 വട്ടം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ കുറച്ചുകൂടി നെയ്യ് കിട്ടും. നമുക്കിന്ന് ഇത്രയും നെയ്യാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള നെയ്യാണിത്. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.
മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക്